ഗൈസ്, ഇത് ഷോറൂമിൽ ഈ വണ്ടി പണിതിട്ട് വന്നതാണ് ഡിയോ. അപ്പം ഇത് ഷോറൂമിൽ കൊണ്ടുവന്നതിൻ്റെ കോൺസെപ്റ്റ്, കേബിള്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മാറിയെന്നും പറഞ്ഞാണ് ഈ വണ്ടി വന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ വണ്ടി പിടിച്ച് നോക്കി അതിൻ്റെ കോൺസെപ്റ്റോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല. അപ്പം മാറി ഈ വണ്ടിയെ കിടന്ന കോൺസെപ്റ്റാണിത്. ഇത് വണ്ടിയെ കിടന്ന കോൺസെപ്റ്റാണ്. കോൺസെപ്റ്റ് മാറിയിട്ട് പോലുമില്ല. കണ്ടോ, ഇത് ഹാൻഡിൽ ഭയങ്കര പിടുത്തമായിട്ട് നമ്മുടെ അടുക്ക വന്നതാണ്. ഇതിപ്പോൾ കോൺസെപ്റ്റ്, ഷോക്ക് ഇതെല്ലാം കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇടുന്ന ഷോക്ക് വേണ്ട ഷോറൂമിൽ നിന്ന് മേടിച്ചു. ഒറിജിനൽ ഷോക്കാണ്. ഷോക്ക് പുസ്തകം എല്ലാം മാറി നമ്മളതിപ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഇതേപോലെ ഷോറൂമിൽ ഇങ്ങനെ പണിത് കുളമായിട്ട് ഷോറൂമിൽ കൂടുതലും മൂടുപണിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് വെറുതെ പൈസ പോകുന്നേ ഉള്ളൂ. ചെയ്യുന്ന പണി അത്ര ക്ലിയറും അല്ല. ഇതേപോലെയുള്ള തട്ടിപ്പും വെട്ടിപ്പുമാണ് ഇവിടെ കാണിക്കുന്നത് മൊത്തം. ഇപ്പോൾ നമ്മൾ കണ്ട ഒറിജിനൽ കോൺസെപ്റ്റും സാധനങ്ങളും എല്ലാം മാറി നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡിയോ ഇത് അതിൻ്റെ അകത്ത് പുതിയ കോൺസെപ്റ്റ് അടിച്ചു. ഇപ്പോൾ ഗ്രീസ് നിറച്ച് വെച്ചേക്കും. കണ്ടോ, ഇത് നമ്മളിപ്പം പുതിയ കോൺസെപ്റ്റൊക്കെ അടിച്ചു. ഇപ്പോൾ വേറെ കോൺസെപ്റ്റ് ഉണ്ട്. അത് നമ്മളിപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഒറിജിനൽ മേടിച്ചതിൻ്റെ പുതിയ കോൺസെപ്റ്റിൻ്റെ സാധനങ്ങളാണ്. കണ്ടോ, അപ്പോൾ പുതിയ കോൺസെപ്റ്റെല്ലാം മേടിച്ച് നമ്മൾ റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതേപോലെ നമ്മൾ 10 രൂപ കൂലി പറയുമ്പോഴത്തേക്കിനും ആർക്കും തരാൻ മടിയാണ്. ഷോറൂമിൽ കൊടുത്ത് 100 രൂപ എന്ന് പറയുമ്പോഴത്തേക്കിനും കൊടുക്കാൻ അവരെ നോക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്നത് നല്ല വൃത്തിയായിട്ട് ജോലി ചെയ്ത് എന്ന് വെച്ചാൽ പണി നീറ്റായിട്ടുള്ളടുത്ത് കൊണ്ടുപോകുക. ഇപ്പോൾ നമ്മളെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂട്യൂബിലിട്ട് ഇങ്ങനെ പണിയുടെ ഭാഗവും കസ്റ്റമർ പറയുന്ന ആ ഒരു രംഗങ്ങൾ നിങ്ങളും കാണുന്നതാണല്ലോ. നമ്മൾ കസ്റ്റമറെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ല. അപ്പോൾ അവർ വണ്ടി ഓടിച്ചു നോക്കി അവരുടെ അഭിപ്രായമാണ് ഇവിടെ പറയുന്നത്. അല്ല നമ്മൾ കസ്റ്റമറുടെ അടുത്ത് പറയാൻ നമുക്ക് യൂട്യൂബ് കൊണ്ട് അങ്ങനെ നമ്മൾ ഇതാക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് അത്രയ്ക്ക് ക്ലിയർ ആയിരിക്കും. പിന്നെ നമ്മൾ വഴി കിടക്കുന്ന വണ്ടികൾ നമ്മൾ പോയി എടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം മാക്സിമം ഷെയർ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈക്കും ഷെയറും എല്ലാം ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.